മാംഗോ കറി. പഴുത്ത മാങ്ങ കൊണ്ട് ഒരു അടിപൊളി കറി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു മാങ്ങക്കറി. ഇത് ഉണ്ടാക്കാൻ ഞാൻ 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ച മാങ്ങയായിരുന്നു, വാങ്ങിക്കൊണ്ട് വെച്ചപ്പോൾ പഴുത്തതാണ്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. മാങ്ങയുടെ അണ്ടി എടുത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ 4 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി 3-4 വെളുത്തുള്ളി. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വെന്ത് വരണം. സവാള ഒന്ന് വഴന്നു വന്നാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം, കറിക്ക് എത്ര വെള്ളം വേണം അത്രയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. പഴുത്ത മാങ്ങ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഞാൻ അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചു. ഇനി അടപ്പ് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാംഗോ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് താളിക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വാറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇത് നമുക്ക് മാങ്ങക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. താളിച്ചതെല്ലാം മാങ്ങക്കറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ കറി, പഴുത്ത മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. തേങ്ങാപ്പാലിൻ്റെയും മാങ്ങയുടെ രുചിയൊക്കെ അടിപൊളിയായിരുന്നു. ഇത് അങ്കമാലി മാങ്ങാക്കറിയാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ഇതിൽ കണ്ടിട്ടില്ല അങ്കമാലി മാങ്ങാക്കറി. ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.